ഞങ്ങൾക്ക് എന്തിനാ മേക്കപ്പ്? പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? മുഖം മറങ്ങണമൊക്കെ. അങ്ങനെ ലാസ്റ്റ് സെറ്റ് മീനും റെഡിയായി. ഇപ്പൊ ഇതാ 2 മണിയായി, ലഞ്ച് ടൈം. ചോറ്, തൈര്, സാമ്പാറോടെ, പിന്നെ നമ്മുടെ മീൻ വറുത്തതിൻ്റെ ഇടയിലുള്ള പൊടി ചുരണ്ടി എടുത്തിരിക്കുകയാണ്. പറയണ്ട. ഓ പിന്നെ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങാൻ പോകണം. മീൻ കഴിക്കാൻ അമ്മൂന് ഭയങ്കര ആഗ്രഹം. ഇന്നലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇന്ന് മീൻ വറക്കാമെന്നുള്ളതാണ് പ്ലാന്. പോയിട്ട് വാങ്ങിയിട്ട് വരാം. അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. ഏകദേശം നേരെ ഇപ്പോൾ 9:15 കഴിഞ്ഞു. ഇനിയിപ്പോൾ ദോശ, മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. നിങ്ങൾ കഴിച്ചോടാ? മുട്ട ഉണ്ടാക്കി കഴിച്ചോളാം. ഞാൻ വല്ലതും ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഞാനേ മീൻ വാങ്ങാൻ പൊട്ടി. ആരെ കൊണ്ടുവന്ന് നേരാക്കണ എനിക്ക് കഴിയട്ടോ. അവിടെ നേരാക്കി തരാൻ പറയാം. നമുക്ക് നേരാക്കി തരാൻ പറയാം. അപ്പം ഞാൻ മീൻ വാങ്ങിയിട്ട് വരാം. 1.5 കിലോ ചെറുപയർ ഏതായാലും വാങ്ങിച്ചു. നമ്മൾ പിന്നെ അരിദോശ കഴിക്കാത്തതുകൊണ്ട് ചെറുപയർ ദോശയാണ്. ഇതോ മീമി എടുത്തോളൂ. അയില കിട്ടി, അയില മേടിച്ചോണ്ട് പോന്നു. പൊരിച്ച് തിന്നാം. ചെറുപയർ ഇതാ വെള്ളത്തിലിടണം കേട്ടോ. ഓക്കെ, ഞാൻ നല്ല കഴുകി പരത്തി തരാം. മുളകും മഞ്ഞളൊക്കെ പരത്തി ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വറക്കുന്നുണ്ട്. എനിക്ക് സ്മെല്ല് ഒരുമാതിരി ഉണ്ട്, പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഓർത്തോളാം. 1 കിലോ അയിലക്ക് എന്താ വില അറിയോ? 500 റുപ്യ. അതാ മേടിച്ചു. 1 കിലോക്ക് 500 റുപ്യ. അതിന് വില കൂടി. ഇല്ല, അതിന് എത്ര വില കൂടുന്ന അയിലേക്ക്? അതൊന്ന് കവറി എടുക്കാണ്. ചിക്കൻ ഭയങ്കര വില, 500 റുപ്യ. അമ്മ പറയാണേ ഇതിലും വില ചിക്കൻ 1 കിലോ മേടിക്കുക, അതിന് പകുതി വിലയുള്ളൂ. ചിക്കൻ വില നോക്കി കാര്യമില്ല. ചിക്കൻ ഫുള്ള് ചൂടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കഴിക്കും. മീനാണ് കഴിക്കാത്ത. മീനാണ് നല്ലത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വ്ളോഗ് ഇവിടെ പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണം. അതിനു മുമ്പ് പോയിട്ട് മീനൊന്ന് വറക്കണം. മസാല തേച്ച് അമ്മ വെച്ചത്. അപ്പോൾ 1 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അമ്മുവിന്റെ സ്പെഷ്യൽ പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് അല്ലേ? എന്താ പേര്? മിൽക്ക് ഷേക്കോ പ്രോട്ടീൻ ഷേക്കോ? ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ്. ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ്. യെസ്, മറന്നു. ഇവിടെ ഇരുട്ട, അതിനകത്ത് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല. ഇയാൾ ഫുള്ളൊക്കെ ഇരുട്ടത്താ കാണുന്നത്. ഓക്കെ, അമ്മു മസാല തേച്ച് വറക്കാൻ വെച്ചിരിക്കുക. ഇതെടുത്ത് വറുത്താലോ? അല്ലറ ചില്ലറ പരിക്കുകളോട് കൂടിയിട്ട് നമ്മളെ വറുത്ത മീന് ആദ്യത്തെ സെറ്റ് കോരിയെടുത്തു. 2ാമത്തെ സെറ്റ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. മീൻ വറുത്ത് കഴിഞ്ഞു. ഞാൻ അമ്മൂനെ വിളിച്ചിട്ട് വരാം. കുളിക്കാൻ കയറിയതായിരുന്നു തോന്നുന്നുണ്ട്. ഹലോ, ഫ്രൈ റെഡി ആയിടുச்சு. ഞങ്ങൾക്ക് എന്തിനാ മേക്കപ്പ്? പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ട്? മുഖം മറങ്ങണമൊക്കെ. കണ്ണടച്ച് പൂച്ച പാലെടുക്കുന്ന മാതിരി കണ്ണടച്ച് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇയാളെ കാണാതിരിക്കുമോ? അങ്ങനെ ലാസ്റ്റ് സെറ്റ് മീനും റെഡിയായി. ഇപ്പൊ ഇതാ 2 മണിയായി, ലഞ്ച് ടൈം. ചോറ്, തൈര്, സാമ്പാറോടെ, സാമ്പാർ, പിന്നെ നമ്മുടെ മീൻ വറുത്തതിൻ്റെ ഇടയിലുള്ള പൊടി ചുരണ്ടി എടുത്തിരിക്കുകയാണ്. പറയണ്ട. ഓ പിന്നെ നിങ്ങൾ ആരും പിന്നെ മീനിന്റെ അടി വറുത്തിട്ട് കഴിക്കൂലല്ലോ, പറഞ്ഞേട്ടാ. ഞാൻ കഴിക്കും. എനിക്ക് വിളിച്ച് പറയണല്ലോ ഒരു മടിയില്ല. മീനിന്റെ ചട്ടിന്ന് ചോറിട്ട് തിന്നണതിന്റെ സുഖം വേറെ ലോകത്തെ എവിടെയും കിട്ടൂല. അങ്ങനെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു വറുത്ത മീൻ? ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. മുളക് പൊടി എനിക്ക് അത് കറക്റ്റായിട്ട്. ഉപ്പ് ചിലപ്പോ ഉണ്ടെങ്കിൽ മുളക് കുറച്ചും കൂടി ഇടേണ്ടി വരും. എനിക്ക് കുഴപ്പം തോന്നിയില്ല. അല്ലെങ്കിലും ടേസ്റ്റ് അറിയണില്ല. നമ്മ പുട്ടുണ്ടാക്കുകയാണ്. 1 കുറ്റി വെച്ചു. 2ാമത്തെ കുറ്റിക്കുള്ള പൊടി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ പഴം ഉണ്ടല്ലേ? എന്താ മഴക്കാറാണല്ലോ? എവിടെയോ മഴ പെയ്യുന്നുണ്ട്. അതാ മൊത്തം. ഇല്ലെങ്കിൽ ഇവിടെ സൺസെറ്റ് കാണേണ്ടതാണ്. ഉടനെ മാറ്റേണ്ട സാധനമാണ് ഈ സ്വിച്ച് ബോർഡ്. കേട്ടോ, ഇത് മൊത്തത്തിൽ കടന്നിങ്ങനെ ഇളകും. അതേപോലെ തന്നെ നമ്മുടെ ഹീറ്ററിൻ്റെ അവിടെയുള്ള ആ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളും മാറ്റേണ്ടതാണ്. ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. കറണ്ടിൻ്റെ പ്രശ്നമാണ്, ഹീറ്ററിൻ്റെ പ്രശ്നമല്ല. രണ്ടും കൂടി നമുക്ക് ഉടനെ മാറ്റേണ്ടതാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്, എപ്പോഴാണ് വരികയെന്നറിയില്ല. ട്രെയിനിൽ നിന്ന് പുക പോണ പോലെ ഇല്ലായിരുന്നു.
ട്രെയിനിൽ നിന്ന് പുക പോണ പോലെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് പുക പോകുന്നുണ്ട്. വലിയ കാര്യത്തിൽ മഴക്കാറൊക്കെ കാണാണ്ട്. ഇത് മര്യാദയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി മര്യാദയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ചൂട് അതിന് മാത്രം ഉണ്ട്. ഇത്രയും ചൂട് വരുന്ന സമയത്ത് ഒരു മഴ പതിവുള്ളതാണ്. ടി വിയിലൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ ന്യൂസൊക്കെ വന്നതാണ്, മഴ പെയ്യും, അടുത്ത് തന്നെ വലിയൊരു മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നും കാണാനില്ല 2-3 ദിവസമായിട്ട്. അത് ഇന്നെങ്ങാനും പെയ്യുകയാണെങ്കിൽ പൊളി, സുഖമായിട്ട് കിടന്നുറങ്ങാം. മൊത്തത്തിലൊന്ന് തണുത്ത് കിട്ടും ഭൂമി. അമ്മൂനുള്ള പുട്ട് കൊണ്ട് കൊടുക്കട്ടെ. ഇവിടെ കറണ്ടും പോയിരിക്കുകയാണ്. ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തേങ്ങ. ഈ കറണ്ട് ഈ നേരത്തെ എന്തിനാ പോയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിലുണ്ടായിട്ട് കാര്യമില്ല. മെയിൻ കറണ്ട് ഇല്ല. 3 ഫേസ് ഇല്ല, 2 ഫേസേ ഉള്ളൂ കറണ്ട്. ഓറഞ്ച് കത്തണില്ല, പച്ചയും റെഡ് മാത്രമേ കത്തണുള്ളൂ. പച്ചയും റെഡല്ല, പച്ചയും ബ്ലൂ. ഹലോ, എന്താ കുട്ടി ഇരുട്ടത്തിരിക്കുന്നേ? അതെടുത്ത് കഴിച്ചോളൂ. പുട്ടുമ്പഴോ? ആ പുട്ടുമ്പഴോ. താങ്ക് യു സോ മച്ച്. എപ്പോ പോയ കറണ്ട്? 3:30 മണിക്ക് പോയ കറണ്ടാണ്. അവർക്കറിയേ 24/7 AC ഓടുന്നു. അതുകൊണ്ടാണ് അവർ ഓഫ് ചെയ്ത് വെക്കണത്. കുറച്ചെങ്കിലും കറണ്ട് ലാഭിക്കാലോ എഴുതിയിട്ടേ. എൻ്റെ പോർഷൻ ഞാനെടുത്തു. അധികമൊന്നുമില്ല, ഒരു കഷ്ണം അത്രേ ഉള്ളൂ. അധികമൊന്നും കഴിച്ചാൽ ശരിയാവില്ല, റൈസ് അല്ലേ. അപ്പൊ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.